പറഞ്ഞുതരാം. അതായത് അകത്ത് നിങ്ങൾ ആദ്യമേ ബ്ലൂ ടീമിന്റെ ആയിരിക്കും ടേസർ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടേസ് ആവാതെ എസ്കേപ്പ് ആവുക. ഓക്കെ, നിങ്ങൾ എസ്കേപ്പ് ആയി നിൽക്കുക. അപ്പം അവരെത്ര പേര് ടേസ് ചെയ്തു അതനുസരിച്ചാണ് അവരെ പോയിന്റ്. ഇപ്പൊ അവര് 3 പേരെ ടേസ് ചെയ്തെങ്കിൽ അവർക്ക് 3 പോയിന്റ്. അപ്പൊ നിങ്ങൾ 2 പേര് നിങ്ങൾക്ക് 2 പോയിന്റ്സ്. ഓക്കെ, അങ്ങനെ 2 അത് കഴിയുമ്പോൾ സ്വിച്ച് ചെയ്യും. നിങ്ങളെ ടേസർ ആവും, അവരെ സർവൈവ് ചെയ്യും. നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ സർവൈവ് ചെയ്യും, എന്നിട്ട് ടോട്ടൽ പോയിന്റ്സ് എടുക്കും. അഥവാ നിങ്ങൾ 2 പേരെ പോയിന്റ്സ് ടൈ ആവേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം 2 പേരെ. അവരുടെ സൈഡിൽ നിന്ന് 2 പേര്. ആ സമയത്ത് 2 പേര് ആദ്യം ഡൗൺ ആവുന്ന ടീം എലിമിനേറ്റ് ആവും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ കിടക്കുന്ന എമൗണ്ട് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ അഥവാ എന്തെങ്കിലും മറ്റേ ബഗ് ഇൻവിസിബിൾ ആവുന്ന വല്ല ബഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പാടില്ല. ടേസർ വെച്ചോണ്ട് റിഫ്രഷ് അടിച്ചു കഴിഞ്ഞാൽ ടേസർ ബുക്കാവും. പണി കിട്ടും. ടിവിയിലുള്ള എല്ലാരും ഇല്ലേ ഇവിടെ? റെഡിയാണ്. എല്ലാരും വന്നില്ല ഇവിടെ. റെഡിയല്ലേ? റെഡി. ഡോർ അൺലോക്ക് ചെയ്യണേ. ഞാൻ ഓപ്പൺ ചെയ്യാം. സ്പേസ് കൊടുത്തോണ്ടാ. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് സൈഡ്. ഞാൻ ഇവിടെ മൈദി വേറെ പോയി. എന്നെയും പിടിച്ചാട്ടാ, എന്നെയും പിടിച്ചേ. ഇവിടെ ഇവന്മാരിന്ന് മണ്ടയിന്ന് പറഞ്ഞു കൊടുക്കണ്ടാ. ഇവിടെ ഇവന്മാരെ കൂട്ടത്തിലുള്ളവര് പറഞ്ഞു കൊടുക്കണ്ടാ മണ്ടയിരുന്നിട്ടൊക്കെ. ഹലോ, 1 minute left. അതൊന്ന് നോക്കണേ ബ്രോ, മണ്ടേന്ന് പറഞ്ഞു കൊടുക്കണ്ട ബ്രോ. പറയാം. ഓക്കെ. 40 സെക്കൻഡ് കൂടെ. 30 സെക്കൻഡ്. പതിനഞ്ച് സെക്കൻഡും കൊള്ളേ. 15 സെക്കൻഡ്. 6, 5, 4, 2, 1. സ്റ്റോപ്പ്. നിർത്തിക്കോ. എടാ നമ്മളെത്ര പേരെ പിടിച്ചു? അത് അടിക്കരുത് കണ്ണാപ്പി, അല്ലെങ്കിൽ എന്നെ നിന്നെ സ്പോട്ട് ആയിരിക്കണ്ട്. ഞാൻ ഇറങ്ങി ഓടിയെ. 4 പേരെ പിടിച്ചു. ആരായിരുന്നു എസ്കേപ്പ് ആയത്? ഞാൻ കണ്ണാപ്പിയും പിടിക്കുമായിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങി ഓടില്ലായിരുന്നെങ്കിൽ 2 പേരും അടിക്കണം. മനസ്സിലായില്ല അവന്മാര്. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയതായാലും. ഞാൻ ഇറങ്ങിട്ട് ഞാൻ ഇതിന്റെ മണ്ടയ്ക്ക് വന്നറാ. തിരിച്ചകത്ത് കയറണം. ഒരു പോയിന്റ് കുഴപ്പമില്ല. എടാ മണ്ടയിന്ന് കൊറേ പേര് പറഞ്ഞു കൊടുത്തോ ഞാൻ നോക്കിയപ്പം. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പുറത്തെ റേഡിയോയിൽ ഞങ്ങളുടെ ഒരാൾ ഇരിപ്പുണ്ട്. അവരുടെ ടീമിൽ ഇതുപോലെ അവിടെ ഞങ്ങള് ഇല്ല അവിടെ 5 പേരേ ഉള്ളു. കറക്റ്റ്.
ഓക്കെ കണ്ണരാ എല്ലാരും ഒന്ന് വരാവോ? 5 പേരെ എടുക്കണോടാ ബ്രോ. 5 പേരെ എടുത്താലേ കളി ജയിക്കും. ബ്രോ അപ്പുറത്ത് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല കേട്ടോ. കാരണം അവരുടെ റേഡിയോയിൽ ഇതുപോലെ ഞാൻ എനിക്ക് വരെ വേറെ ആളിരിപ്പുണ്ട്. അവിടെ അവർ 5 പേരേ ഉള്ളൂ. എടാ ഫുഡ് തരാമോ ആരെങ്കിലും ഒരാള്? ടൈസർ എടാ എന്റെ ID 49. ടൈസർ തരാമോ? ടൈസർ തരാമോ? ബ്രോ അകത്ത് ഇടിക്കാൻ പറ്റത്തില്ല കേട്ടാ. ഞാൻ എന്റെ ഫ്രണ്ടിൽ ഒന്ന് ഇടിക്കുവോ നടക്കുന്നില്ല. ഡ്രോപ്പ് ചെയ്താൽ താഴെ ഡ്രോപ്പ് താഴെ 5 എണ്ണം ഡ്രോപ്പ് ചെയ്യും ബ്രോ. നമ്മൾ ഓരോന്ന് ഹലോ, നിങ്ങൾക്ക് ടേസേഴ്സ് കിട്ടിയോ? ടീച്ചർ എവിടെ നിർത്തോ? ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കിയാ ടെസ്റ്റ് ചെയ്തോ? DC ടോക്ക് ഉണ്ടാവും. ഇല്ല DC-ലൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമ്മൾ എത്ര അടിക്കണം? അപ്പൊ നമ്മളെ എല്ലാരും അടിക്കണം അല്ലേ? മതി. എടാ എല്ലാരും ടേസർ വർക്ക് ചെയ്യുന്ന ചെക്ക് ചെയ്ത് അത് PL ഞാന്റെ PL എത്ര? എനിക്ക് ഫുഡ് ഉണ്ടെന്ന് തരുമോ? ഫുഡ് ഉണ്ടെന്ന് തരുമോ? ഒന്ന് ID 49. എടാ ഞാൻ കാര്യം പറയാം. ഒൺസേ ഓൺസ് പിടിക്കാനുള്ളവരെ പിടിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എല്ലാ പോച്ച് ക്ലിയർ ചെയ്യണേ കേട്ടാ. ഞാൻ റൈറ്റിലത്തെ പോച്ചെല്ലാം ക്ലിയർ ചെയ്യാൻ പോവേ. ഓക്കെ ആ ഞാൻ റെഡി. ഞാൻ ലെഫ്റ്റ് റൈറ്റ് പോവാം. എടാ ഞാൻ ലെഫ്റ്റ് പോണം. ഞാനും ഞാൻ റൈറ്റ്. ഒരാൾ സെന്റർ ഒരാൾ സെന്റർ സെന്റർ ബാലം വാ. ലെഫ്റ്റ് എടാ പോച്ചയില് കൂടെ കേറി നടന്നാ മതി. നമ്മള് കിട്ടും. ഒരുത്തനെ പിടിച്ച് രണ്ട് ഒരുത്തൻ ലെഫ്റ്റിലോട്ട് പോയി. നമ്മുടെ ഇങ്ങോട്ട് വന്നേ. പെട്ടെന്ന് അടിച്ചേ. എത്ര കിട്ടി? സ്പോണ്ടോടെ അടിയൊരു കണ്ണപ്പേടി കിട്ടിയാ? എത്ര പേരെ ടോട്ടല്? ഞാൻ രണ്ടുപേരെ എടുത്തേ. വേറെ പോച്ച ക്ലിയർ. അവനടി ഞാൻ രണ്ടുപേരെ എടുത്തിട്ടുണ്ടേ. ഓടിയാടാ. ഇനി ചില്ലായിട്ട് എല്ലായിടും നോക്ക്. 1 മിനിറ്റും കൂടെ 1 മിനിറ്റും കൂടെ നോക്കി കളിക്ക്. കിട്ടി എന്റെ അടുത്ത് കിട്ടി. അഞ്ചു പേരും പിക്ക് ചെയ്തു. നമുക്കല്ലേ ഇപ്പൊ 1 പോയിന്റ് നമുക്ക് ഒരു പോയിന്റ് മുന്നുണ്ട്. അത്രേ ഉള്ളു. കേരളത്തിൽ തന്നെ ഇറങ്ങണേ. നമുക്ക് 2 ടൈസർ വേണോ? രണ്ട് ടീമിന്റെ ടീസറാ. ഓ ഹലോ പ്രശ്നമാണ്. ഇളകി നിക്കാ. ഞാൻ റൈറ്റുള്ള പോച്ച, നീ ലെഫ്റ്റുള്ള പോച്ച. ഓക്കെ ലെഫ്റ്റ് റൈറ്റ് കവർ ചെയ്ത് കളിച്ചാൽ. ഓക്കെ ഇവിടെ കടിയാണ്. ഇവിടെ ഇവര് കടിയാണ്. ഒരുമിച്ച് കളിക്കുന്നതായിരിക്കും. ഒരുമിച്ചൊന്നും വേണ്ട ബ്രോ. സ്പ്ലിറ്റ് ആയിട്ട് നമ്മള് കളിക്കും. പണ്ണും 1v2 ബ്രോക്ക് 1v2 എടുത്തിട്ടുണ്ടോ? ഒരു തോൽവിയില്ല. ജയം ഇല്ല. എനിക്ക് ഇപ്പൊ ഞാൻ തുറന്നു വിടും. ചന്ദ്രബോസ് കണ്ണപ്പി പോർട്ടിക്കകത്ത് വിളിച്ചിരുന്ന് കളിക്കരുത്. അതൊക്കെ നമ്മുടെ ടാക്ടിക്സ് അല്ലേ ബ്രോ? ടാക്ടിക്സ് അല്ലേ ഇത്?
അങ്ങനെ പോർച്ചുഗീസ് ഫുൾ ടൈം വിളിച്ചിരിക്കില്ല ആദ്യത്തെ ഒരു മിനിറ്റ്. ആ കുഴപ്പമില്ല കുഴപ്പമില്ല. ഹലോ ആ ഹലോ ബ്രോ ഹലോ. പറഞ്ഞോ. നിങ്ങള് ഈ പോർച്ചുഗീസിരിക്കാൻ പാടില്ല. ഈ ടൈം ഡയറക്റ്റ് ഫൈറ്റ് ആയിരിക്കണേ. ഓക്കെ. അല്ല എന്താ ഒരു മിനിറ്റ് പോർച്ചുഗീസ് ഇരിക്കാൻ പറ്റൂലേ? ഇല്ല പോർച്ചുഗീസിരിക്കാനേ പാടില്ല. ആ ശരി എന്നാ ശരി എന്നാ തുറന്നു വിടുകളെ ചന്ദ്രു നേരെ റൈറ്റ് ആംഗിൾ വിളിച്ചോ കവർ ചെയ്തടിക്കാവേ. നേരെ ലെഫ്റ്റിലോട്ട് ഓടല്ലേ. അയ്യോ കടവ് സെന്റർ പോയല കണപ്പ ആമ്പ റൈറ്റ് ഉണ്ട് ചന്ദ്രു റൈറ്റ്. കണ്ണപ്പ ഞാൻ ഇവിടെ കവർ എടുത്തിരിക്കുവാണ്. കണ്ണപ്പ സെന്റർ ഉണ്ടോ അവന്മാര്? അടിച്ചില്ല. ഇത് ട്രേഡ് ആയിരുന്നു. ഞാനത് കണക്കൊന്നും അടിച്ചിട്ടവനെ സന്തോഷത്തിന്. സൂപ്പർ നീ ഉണ്ടാക്കിയ ചിത്രം വരെ നീ എന്നെ മാറ്റി തന്നു. കൊള്ളാം. കളിച്ചത് പോകേണ്ടതാണ് ടീം പോയിട്ട് ഷോക്ക് അടിക്കണം അവര് തീർക്കേണ്ടത്. ആമ്പിള്ളേരുടെ നേരിട്ട് തോറ്റന്റെ പ്രശ്നമാണോ? നിങ്ങൾ ലീവ് ചെയ്തോ. ഇപ്പൊ ശരിക്കും ഗെയിം ചേഞ്ചർ ആയില്ലേ? കൊണ്ടുപോകാൻ പറ്റി. പോയിട്ടോ ഞങ്ങള് പിച്ച കണ്ടിട്ടാ എന്നാ ചുമ്മല്ല മര്യാദ സ്വർഗാന്റെ തന്റെ സെററല്ല മൈരേ കളിച്ചില്ലല്ലോ.